കോഴിക്കോട് ജില്ലയിൽ ലഹരിക്കെതിരായ പ്രതിരോധം ശക്തമാക്കുകയാണ് പോലീസും എക്സൈസ് വകുപ്പും. തുടർച്ചയായ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയും സ്ഥിരം കുറ്റവാളികളെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചും കാപ്പ ചുമത്തി നാടുകടത്തിയുമാണ് കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. ലഹരി വ്യാപനം രൂക്ഷമായ മേഖലകളിൽ പോലീസിനോടൊപ്പം ജനകീയ സമിതികളും പ്രതിരോധ നടപടികളിൽ പങ്കാളികളാകുന്നുണ്ട്. ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച മുഴുവൻ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ ലഹരി വസ്തുക്കളുമായി പിടികൂടുന്ന കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കുകയും കുറ്റകൃത്യം ആവർത്തിക്കുന്നവരെ സ്ഥിരം കുറ്റവാളികളായി കണ്ട് കാപ്പ ചുമത്തി നാടുകടത്തുകയും ചെയ്യാറുണ്ട്. ഇതിനു പുറമെയാണ് സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടി. നഗരപരിധിയിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ 2 ദിവസങ്ങളിലായി 46 പേരാണ് കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിയിലായത്. ലഹരിക്കെതിരായ നടപടികളുടെ ഭാഗമായി അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കേസിലെ പ്രതി താമരശ്ശേരി കക്കാട് സ്വദേശി ആലിപ്പറമ്പിൽ അഷ്കറിനെ NDPS നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. പ്രതിയെ കണ്ണൂർ സ്പെഷ്യൽ ജയിലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കോഴിക്കോട് സിറ്റിയിൽ നിന്നും തടങ്കലിൽ പാർപ്പിക്കുന്ന 4ാമത്തെ ആളാണ് അഷ്കർ. ലഹരി വ്യാപനം രൂക്ഷമായ മേഖലകളിൽ മഹല്ല് കമ്മിറ്റികളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.